വിശുദ്ധവാര ദിനങ്ങളിൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ കുടുംബങ്ങളിലെ ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഇന്ന് പെസഹ വ്യാഴാഴ്ച ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചങ്കുപൊട്ടി ചങ്കോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് ആരാധന ചെയ്യാം. നമുക്ക് ഉച്ചസ്വരത്തിലെ ആരാധന എന്ന് ഉറക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഇന്നത്തെ ദിവസം മുഴുവനും, പ്രഭാതം മുതൽ ഇന്ന് മുഴുവൻ ആരാധിക്കുന്ന ദിവസമാണ്. കാരണം നാളെ ദുഃഖവെള്ളിയാണ്. യേശു ഓരോ ആത്മാവിനു വേണ്ടിയും മരിച്ച പുണ്യദിനം. നമുക്ക് ആരാധന ഉറക്കെ പറയാം. ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. ബത്സയിദയിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. അപ്പം വർദ്ധിപ്പിച്ച യേശുവേ ആരാധന. കാനായിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുവേ ആരാധന. വെള്ളത്തിനു മീതെ അത്ഭുതകരമായി നടന്ന യേശുവേ ആരാധന. കഫർനഹൂമിലെ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. പത്രോസിന്റെ അമ്മായി അമ്മയുടെ പനി സുഖപ്പെടുത്തിയ കർത്താവ് യേശുവേ ആരാധന. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. ഗലീലയിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച യേശുവേ ആരാധന. ലാസറിനെ ഉയർപ്പിച്ച യേശുവേ ആരാധന. കൊടുങ്കാറ്റിനെ അടങ്ങുക ശാന്തമാവുക എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തമാക്കിയ യേശുവേ ആരാധന. രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. ജായറോസിന്റെ മകളെ പുനർജീവിപ്പിച്ച യേശുവേ ആരാധന. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. ജെറിക്കോയിലെ അന്ധന് കാഴ്ച കൊടുത്ത യേശുവേ ആരാധന. ഗലീലി കടൽ തീരത്ത് ബദിരന് സുഖം കൊടുത്ത യേശുവേ ആരാധന. ഗണേശരുടെ നാട്ടിലെ പിശാച് ബാധിതനെ, അവനെ ബന്ധിക്കപ്പെട്ട ആ തിന്മയുടെ ശക്തിയിൽ നിന്ന് മോചനം നൽകിയ യേശുവേ ആരാധന. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിയ യേശുവേ ആരാധന. ഊമനെ സംസാര ശക്തി കൊടുത്തിയ യേശുവേ